ഓറ എന്നത് ആത്മീയതയിൽ പറയുന്ന ഒരു ആശയമാണ്. നമ്മുടെ ശരീരത്തെ ചുറ്റി ഒരു കാണാൻ പറ്റാത്ത എനർജി ഫീൽഡ് ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നത്. ഇതിനെയാണ് ഓറ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പരക്കുന്ന മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ഊർജം എന്നതാണ് ഓറ. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ, നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓറ കൂടുതൽ ശക്തവും പോസിറ്റീവുമായിരിക്കും എന്ന് ആത്മീയതയിൽ പറയുന്നു. പക്ഷെ വിഷമം, പേടി, കോപം പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ കൂടുതലായാൽ ഓറ ദുർബലമാകും എന്നും വിശ്വാസമുണ്ട്. ചില ആത്മീയ രീതികളിൽ പറയുന്നത് ഓരോ മനുഷ്യനും ചുറ്റും ഒരു പ്രകാശവലയം പോലെ ഒരു എനർജി ലെയർ ഉണ്ടെന്നാണ്. ചിലർക്ക് ധ്യാനം, യോഗ തുടങ്ങിയ പരിശീലനങ്ങളിലൂടെ ഈ എനർജി അനുഭവിക്കാനും തിരിച്ചറിയാനും കഴിയുമെന്ന് പറയുന്നു. ഓറ നമ്മുടെ മനസ്സ്, ചിന്ത, ആരോഗ്യം, എനർജി ലെവൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ആത്മീയ വിശ്വാസം. ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം ഞാൻ പറയാം. ചില ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ പോസിറ്റീവ് ഫീൽ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അവരെ കണ്ടാൽ തന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ ഭാരം തോന്നുന്ന ഫീൽ ഉണ്ടാവും. ആ അനുഭവം ഉണ്ടാകാൻ കാരണം അവരുടെ ഓറയുടെ എനർജിയാണെന്ന് ചിലർ പറയുന്നു. അതിനാലാണ് പല ആത്മീയ ഗുരുക്കന്മാരും പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആക്കൂ, നിങ്ങളുടെ ഓറ ശക്തമാകും. നമ്മുടെ ഓറ എങ്ങനെ വലുതാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓറ എന്നത് നമ്മുടെ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള എനർജി ഫീൽഡ് ആണെന്ന് ആത്മീയതയിൽ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഈ എനർജിയെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഓറ ശക്തമാക്കാനും വലുതാക്കാനും ചില കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. ആദ്യം പറയേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസൂയ തോന്നിയാൽ, നെഗറ്റീവായി ചിന്തിച്ചാൽ നമ്മുടെ ഓറ കുറച്ചുകൂടി ദുർബലമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ആശംസിച്ചാൽ, സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഓറ സ്വാഭാവികമായിട്ടും വലുതാകും. രണ്ടാമത് ധ്യാനമാണ്. ദിവസവും കുറച്ച് സമയം ശാന്തമായി ഇരുന്ന് കണ്ണടച്ച് ശ്വാസം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാം, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു വെളുത്ത പ്രകാശം പുറത്തേക്ക് വരുന്നു, ഇത് പതുക്കെ എന്നെ ചുറ്റി വലുതാക്കുന്നു. ഈ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഓറ ശക്തമാകാൻ സഹായിക്കും എന്ന് പല ആത്മീയ ഗുരുക്കന്മാരും പറയുന്നു. മൂന്നാമത് നന്ദി പറയുന്ന ശീലമാണ്. നമ്മളുടെ ജീവിതത്തിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്നത് വലിയ എനർജി മാറ്റം ഉണ്ടാക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് നല്ല ദിവസമായിരിക്കും, പ്രപഞ്ചമേ നന്ദി എന്ന് പറയാം. നന്ദിയുള്ളവരുടെ മനസ്സ് നമ്മുടെ ഓറയെ വളരെ പോസിറ്റീവാക്കും. നാലാമത് പ്രകൃതിയോട് അടുത്തിരിക്കുക. സൂര്യപ്രകാശം, മരങ്ങൾ, കാറ്റ്, വെള്ളം ഇവയെല്ലാം പ്രകൃതിയുടെ ശുദ്ധമായ എനർജിയാണ്. നിങ്ങൾ രാവിലെ കുറച്ച് സമയം പുറത്തേക്ക് നടക്കാൻ പോയാൽ പോലും നിങ്ങളുടെ ഓറ ക്ലീൻ ആകുകയും ശക്തമാകുകയും ചെയ്യും. അഞ്ചാമത് നല്ല വാക്കുകൾ സംസാരിക്കുക. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്കും ഒരു എനർജി ഉണ്ടെന്ന് പറയുന്നു. ഒരാളോട് നല്ലത് പറഞ്ഞാൽ, പ്രോത്സാഹനം കൊടുത്താൽ അതിൻ്റെ പോസിറ്റീവ് എനർജി ആദ്യം നമ്മുടെ ഓറയിലേക്കാണ് വരുന്നത്. ആറാമത് അഫർമേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദിവസവും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് വാക്കുകൾ പറയുക. ഉദാഹരണത്തിന്, എൻ്റെ എനർജി വളരെ ശക്തമാണ്, എൻ്റെ ഓറ ഓരോ ദിവസവും വലുതാകുന്നു, പ്രപഞ്ചം എനിക്ക് നല്ല കാര്യങ്ങൾ നൽകുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അതിനെ സ്വീകരിക്കാൻ തുടങ്ങും. ഏഴാമത്തെ കാര്യം സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പാട്ട് കേൾക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനം ചെയ്യുക, നല്ല ആളുകളുമായി സംസാരിക്കുക. സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ എനർജി സ്വാഭാവികമായി ഉയരും. അതോടൊപ്പം ഓറയും വലുതാകും. എട്ടാമത്തെ കാര്യം നെഗറ്റീവ് ആളുകളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുക. എപ്പോഴും നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ എനർജിയെ താഴേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് കഴിയുന്നത്ര പോസിറ്റീവ് ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓറ വലുതാകുമ്പോൾ നമ്മുടെ എനർജി ശക്തമാകും, നമ്മുടെ ചിന്തകളും വികാരങ്ങളും കൂടുതൽ പോസിറ്റീവ് ആകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ശക്തമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയതയിൽ പറയുന്നത്, നിങ്ങളുടെ എനർജി മാറ്റൂ, നിങ്ങളുടെ ജീവിതം മാറുമെന്ന്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് അനുഭവിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, ഇതൊക്കെയും ഈ എനർജിയെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നത് ഓറ ശക്തമാകുമ്പോൾ നമ്മളുടെ ചിന്തകളുടെ ശക്തിയും കൂടും എന്നാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ ശക്തമായിട്ട് പോകും. ഇത് കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്,
എനിക്കിത് നടക്കില്ല, എൻ്റെ ഭാഗ്യമില്ല, എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. ആ നെഗറ്റീവ് എനർജി നമ്മുടെ ഓറയും ദുർബലമാക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വൈകും. പക്ഷെ നമ്മൾ അതിന് വിപരീതമായി ചിന്തിച്ചാൽ എന്താകും? ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ: എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും, പ്രപഞ്ചം എനിക്ക് നല്ല അവസരങ്ങൾ നൽകും, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കും. ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശക്തമായ എനർജി ഉണ്ടാകും. ഈ പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മുടെ ഓറയെ വലുതാക്കുന്നത്. ഓറ വലുതാകുമ്പോൾ നമ്മളുടെ ചിന്തകൾക്കും ഒരു ശക്തി ഉണ്ടാകും എന്ന് ആത്മീയത പറയുന്നു. ഇപ്പോൾ ഒരു ചോദ്യം വരും: ഈ ഓറ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ എങ്ങനെ സാധിക്കും എന്നുള്ളത്. അതിന് ഒരു ലളിതമായിട്ടുള്ളൊരു രീതിയുണ്ട്. ആദ്യം നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം വളരെ വ്യക്തമായി മനസ്സിൽ കാണണം. ഉദാഹരണത്തിന് നല്ലൊരു ജോലി, നല്ലൊരു വീട്, സന്തോഷമുള്ളൊരു ജീവിതം, സാമ്പത്തിക സമൃദ്ധി. എന്താഗ്രഹമാണെങ്കിലും അത് മനസ്സിൽ വ്യക്തമായിട്ട് ചിന്തിക്കുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ആ പ്രകാശം പതുക്കെ പതുക്കെ നിങ്ങളുടെ ചുറ്റും ഒരു വലിയ ഓറ പോലെ പടരുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ആ ഓറയുടെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം നടന്നു കഴിഞ്ഞതുപോലെ വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടിയതുപോലെ മനസ്സിൽ കാണുക. ആ സന്തോഷം ഫീൽ ചെയ്യുക. ആ അനുഭവം ശരിക്കും നടക്കുന്നത് പോലെ മനസ്സിൽ അനുഭവിക്കുക. ഇത് ദിവസവും കുറച്ച് മിനിറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സും ചിന്തയും അതിനോട് ഒത്തുപോകാൻ തുടങ്ങും. ഇത് തന്നെയാണ് പലരും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ആഗ്രഹം ചിന്തിച്ച് മാത്രം മതിയാവില്ല, അതിനായി വിശ്വാസവും വേണം. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിശ്വസിക്കണം: എനിക്ക് വേണ്ടത് ശരിയായ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വരും. ഈ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മളുടെ എനർജി സ്ഥിരമായി പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മുടെ ഓറയും ശക്തമാകും. മറ്റൊരു പ്രധാന കാര്യം നന്ദി പറയുക എന്നതാണ്. നിങ്ങളിപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുക. രാവിലെ അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ പറയാം: പ്രപഞ്ചമേ, എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി, എൻ്റെ ആഗ്രഹം സഫലമാകുന്ന വഴികൾക്ക് നന്ദി. ഇങ്ങനെ നന്ദിയുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എനർജി കൂടുതൽ ഉയരും. അതിനാൽ ആത്മീയതയിൽ പലരും പറയുന്ന ഒരു ലളിതമായിട്ടുള്ള വാക്കുണ്ട്: നിങ്ങളുടെ എനർജി മാറ്റൂ, നിങ്ങളുടെ ജീവിതം മാറും. ഓറ ശക്തമാകുമ്പോൾ നമ്മുടെ മനസ്സും ആത്മവിശ്വാസവും ശക്തമാകും. അപ്പോൾ നമ്മൾ അവസരങ്ങളെ കാണാനും അത് ഉപയോഗിക്കാനും കഴിയും. അതിനാൽ തന്നെ പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കണം: നമ്മളുടെ ജീവിതം മാറുന്നത് പലപ്പോഴും പുറത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലെ എനർജി മാറുമ്പോഴാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു, നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തീരുമാനിക്കുന്നത്. നിങ്ങൾ ദിവസവും പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ വലിയ മാറ്റം കാണാൻ പറ്റും. ആ മാറ്റം ആദ്യം നിങ്ങളുടെ എനർജിയിൽ പ്രതിഫലിക്കും. ആ എനർജി തന്നെയാണ് നിങ്ങളുടെ ഓറ. ഓറ ശക്തമാകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്കും ഒരു ശക്തി ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾക്കും ഒരു ശക്തി ഉണ്ടാകും. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്കൊരു ശക്തി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാത്തിനും നമുക്ക് മുമ്പിലൊരു വഴി തുറന്നു വരും. അത് ചിലപ്പോൾ നമ്മൾ ഭാഗ്യം എന്ന് പറയും. പക്ഷെ പല ആത്മീയ ഗുരുക്കന്മാരും പറയുന്നത് അത് നിങ്ങളുടെ എനർജിയുടെ മാറ്റമാണ് എന്നാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ശാന്തമായിട്ടൊരു സ്ഥലത്തിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടെന്ന് ചിന്തിക്കണം. ആ പ്രകാശം പതുക്കെ വലുതാകുന്നു. നിങ്ങളുടെ ശരീരത്തെ ചുറ്റി ഒരു വലിയ ഓറയായി മാറുന്നു. ആ ഓറ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് സമയം നമ്മൾ കണ്ണടച്ചിരിക്കണം. നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ ഇതിനകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് എന്ന് വിശ്വസിച്ചിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറ ഉണ്ടാക്കും. നിങ്ങളുടെ ഓറ നിങ്ങളുടെ ജീവിതത്തെ ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നെഗറ്റീവ് ചിന്തകൾക്ക് കുറച്ച് അകലം പാലിക്കൂ. പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ സ്ഥലം നൽകണം നമ്മുടെ ഹൃദയത്തിൽ.
നിങ്ങളുടെ സ്വപ്നങ്ങളിലും നമ്മൾ വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി വളരെ ശക്തമാണ്. നിങ്ങളുടെ ഓറ വളരെ ശക്തമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായിട്ട് മാറും. അതിനാൽ ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങളുടെ എനർജി ഉയർത്തൂ, നിങ്ങളുടെ ഓറ ശക്തമാക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കൂ.